ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദിയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ അടുക്കളയിലായിട്ട് ശ്രീജ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദിനിയോട് പറയുന്നുണ്ട്, വേദ ഇതുവരെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ സമയം ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരുന്നതല്ലേ. ഇത് കേട്ടിട്ട് നന്ദിനി പറയുന്നുണ്ട്, അവൾക്കിവിടെ എന്താ ജോലി, അവൾ ഉറക്കമായിരിക്കും, അവൾക്ക് ഒന്നും അറിയണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, അമ്മ രാവിലെ അമ്പലത്തിൽ പോയത് കൊണ്ടാ നമുക്ക് ഇത്രയും ജോലി, അല്ലെങ്കിൽ എല്ലാം അമ്മ തന്നെ ചെയ്തോളുമായിരുന്നു. ഇത് കേട്ടിട്ട് നന്ദിനി പറയുന്നുണ്ട്, പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുവാണോ, നമ്മൾ ഈ വീട്ടിലെ ജോലി എല്ലാം ചെയ്യുന്നുണ്ട്, അമ്മ മാത്രമൊന്നുമല്ല. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച നന്ദിനി. അപ്പോഴേക്കും നന്ദിനി ചോദിക്കുന്നുണ്ട്, വിക്രമിന് ചായ കൊണ്ട് കൊടുക്കണ്ടേ, അവൻ ഉണരാൻ സമയമായി. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, വിക്രമിന് ചായ കൊണ്ട് കൊടുക്കാൻ വേദ വരുന്നതാണ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം, ഉറങ്ങുവാണെങ്കിൽ ഒന്ന് വിളിക്കാമല്ലോ. ഇത്രയും പറഞ്ഞിട്ട് വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ശ്രീജ. നന്ദിനി അപ്പോഴേക്കും പറയുന്നുണ്ട്, ഈ ശ്രീജേട്ടത്തി അടുത്തേക്ക് എന്താ ഇപ്പോഴേക്കും, അവളുടെ പുറകെ നടന്നോളും, പിന്നെ ഇതിനൊന്നും കിട്ടില്ല, അവളോട് പോകാൻ പറ. ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പാത്രം കഴുകുന്നുണ്ട്. ശ്രീജ വേദയുടെ അടുത്തേക്ക് പോകുമ്പോൾ വേദ ഇങ്ങനെ തലയിൽ ഷീറ്റ് പൊതിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ശ്രീജ വിളിക്കുന്നുണ്ട്, വേദ മോളെ എഴുന്നേൽക്കാൻ സമയമായി. അപ്പോഴേക്കും വേദ ഇങ്ങനെ തുണി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും വയ്യ ശ്രീജേട്ടത്തി, ദേഹം വല്ലാതെ വേദനയെടുക്കുന്നു, ദേഹം നന്നായി തണുക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ ഇങ്ങനെ നോക്കുന്നുണ്ട്, മോക്ക് സുഖമില്ലേ, ഇല്ലെങ്കിൽ പറ, ഞാൻ ചായ കൊണ്ടുവരാം. ശ്രീജ നെറ്റിയിൽ പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പനിയുണ്ടല്ലോ മോളെ, ഹോസ്പിറ്റലിൽ പോകാം, ഞാൻ വിക്രമിനോട് പറയാം. അപ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ട ഏട്ടത്തി, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, എനിക്ക് അസുഖമൊന്നുമില്ല, ഒരു ഗുളിക കഴിക്കുമ്പോൾ മാറിക്കോളും, ഞാനൊന്ന് എഴുന്നേറ്റിരിക്കട്ടെ. അപ്പോഴേക്ക് ശ്രീജ പറയുന്നുണ്ട്, എന്നാൽ ഞാനിപ്പോൾ ചായ കൊണ്ടുവരാം. ഇത്രയും പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ചായയായി വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വേദ അപ്പോൾ ചോദിക്കുന്നുണ്ട്, വിക്രമിന് ചായ കൊടുത്തിരുന്നോ? ശ്രീജ പറയുന്നുണ്ട്, ഇല്ല, അല്ലെങ്കിൽ മോളല്ലേ കൊണ്ട് കൊടുക്കുന്നേ, ഞാനത് വിട്ടുപോയി, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടു കൊടുക്കാം. ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ വിക്രമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട്. കണ്ണു തുറന്നു നോക്കുമ്പോൾ ശ്രീജ ചായയുമായി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് വിക്രം കതകിൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങോട്ടേക്ക് നോക്കുന്നത്, ദാ ചായ കുടിക്ക്, എന്താടാ പറ്റിയേ, ഇവിടെ ആരുമില്ല. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അല്ല ഏട്ടത്തി, ഞാൻ വെറുതെ നോക്കിയതാ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ചായയും കൊണ്ട് വേദയല്ലേ വരുന്നത്, ഇന്ന് കാണാത്തത് കൊണ്ട് നോക്കിയതാണല്ലേ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി എന്നും ചായ കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിലേ അവളുടെ മുഖമല്ലേ ഞാൻ കാണുന്നത്, അത് കാണാതിരിക്കുന്നതാ എനിക്കിഷ്ടം. ശ്രീജ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ എനിക്ക് മനസ്സിലായി. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് എന്ത് മനസ്സിലായെന്നാ, അല്ലെങ്കിൽ എന്നും രാവിലെ അവർ 100 ഉപദേശമായിരിക്കും. ഇത് കേട്ട് ശ്രീജ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ശ്രീജ വിക്രമിനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, വേദയ്ക്ക് സുഖമില്ല, ചെറുതായി പനിയുണ്ട്, അവൾ കിടക്കുക, അതാ ചായ കൊണ്ടുവരാത്തെ, ഞാൻ തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് എന്താ പറ്റിയേ, ഇന്നലെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, എൻ്റെ കൂടെ വഴക്കൂടുമ്പോൾ 100 നാവാ അവൾക്ക്. ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, അവളൊരു പാവം കുട്ടിയല്ലേ വിക്രം, എന്തിനാ അവളോട് ദേഷ്യം കാണിക്കുന്നേ, നല്ല സ്നേഹവും അച്ചടക്കവും ബഹുമാനവും എല്ലാം ഉള്ള കുട്ടിയാ വേദ. ഇത് കേട്ടിട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശ്രീജ നേരെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും വേദയോട് ചോദിക്കുന്നുണ്ട്, കുറവുണ്ടോ വേദ, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പറ, വിക്രമിനോട് പറയാം. വേദയപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അപ്പോഴേക്കും കമല ക്ഷേത്രത്തിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ശ്രീജയോട് ചോദിക്കുന്നുണ്ട്, മാഷ് പറമ്പിലോട്ട് പോയോ? അത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, ആ അമ്മേ പോയി. കമലയപ്പോൾ വേദയോട് ചോദിക്കുന്നുണ്ട്, മോളെന്തേ ഇവിടെ തന്നെ ഇരിക്കുന്നേ, എന്താ സുഖമില്ലേ? ശ്രീജയപ്പോൾ പറയുന്നുണ്ട്, വേദയ്ക്ക് പനിക്കുന്നുണ്ട് അമ്മേ, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വേണ്ടെന്നാ പറയുന്നത്. ഇത് കേട്ടിട്ട് കമല അടുത്ത് വന്ന് നെറ്റിയിൽ കൈവച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, ഇല്ലെങ്കിലേ പനി കൂടും. ഇത് കേട്ടിട്ട് ശ്രീജയോടായിട്ട് കമല പറയുന്നുണ്ട്, നീ മോള് എന്തായാലും വിക്രം വരുമെന്ന് തോന്നുന്നില്ല, ശ്രീജയ് നീ വേദയും കൂട്ടിപ്പോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വേണ്ടമ്മേ. കമലയപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ആശുപത്രിയിൽ പോയേ പറ്റൂ.
മോളൊന്ന് പറയുന്നത് കേൾക്ക്. ശ്രീജ, നീ പോയി റെഡിയായി വാ. എന്നിട്ട് വേദയോടായിട്ട് പറയുന്നുണ്ട്, മോള് പെട്ടെന്ന് റെഡിയാവുക. അപ്പോഴേക്കും വിക്രം പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. വേദ കിടക്കുന്ന സൈഡിലോട്ട് നോക്കുന്നുണ്ട്. അവിടെയൊന്നും വേദയെ കാണുന്നില്ല. എന്നിട്ട് അവൻ വേദിയെ പൈപ്പിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കുക കേട്ടോ. വേദയെ അവിടെയൊന്നും കാണുന്നില്ല. അപ്പോഴേക്കും ശ്രീജയും വേദയും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, നിനക്കെങ്ങനെയാ പെട്ടെന്ന് പനി വന്നേ? ശരിക്കും ഉള്ളത് തന്നെ. ഏട്ടത്തി, പനിയുണ്ടോ ഇവൾക്ക്? അപ്പോഴേക്കും വേദയുടെ വാടിയ മുഖം കണ്ട് വിക്രമിന് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. വേദ വിക്രമിനെ നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞതാ വരുന്നില്ല എന്ന്, അമ്മയെ നിർബന്ധിച്ചത്. ഇത് കേട്ടിട്ട് വിക്രം ഒന്നും പറയുന്നില്ല. ശ്രീജ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ പോയിട്ട് വരാം. ശ്രീജയും വേദയും നടന്നു പോകുന്നത് വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും കമല വരുന്നുണ്ട്. വിക്രമിനോട് പറയുന്നുണ്ട്, എടാ മോനെ, നീയല്ലേ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്, നീയല്ലേ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്തിനും ശ്രദ്ധിക്കണം? അവളെ ശ്രീചേട്ടത്തി കൊണ്ടുപോകുമല്ലോ, പോയിട്ട് വരട്ടെ. അവൾക്ക് അത്രയ്ക്കുള്ള അസുഖമൊന്നുമില്ല. അവളുടെ മുഖം കണ്ടിട്ടേ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, നീ അവളുടെ നെറ്റി തൊട്ട് നോക്കാത്തത് എന്തേ? നല്ല തീ പോലെ പൊള്ളുന്നുണ്ട്. അതാ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിർബന്ധിച്ചത്. അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി നീ വരാൻ ലേറ്റായതുകൊണ്ട് നിന്നെ നോക്കി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. രാത്രിയിലെ മഞ്ഞു കൊണ്ടതാ. ആ മഞ്ഞ് കൊണ്ടിട്ടാണ് അവൾക്ക് പെട്ടെന്ന് വയ്യാതായത്. നീ തന്നെയാണ് അവൾക്ക് പനി വരാൻ കാരണം. ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളോട് ആര് പറഞ്ഞു എന്നെ കാത്തിരിക്കാൻ? അപ്പോഴേക്കും നന്ദിനി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇവിടെ അമ്മയും മോനും കൂടി സംസാരം? എപ്പോഴും അവളുടെ കാര്യം മാത്രമേ ഇവിടെയുള്ള സംസാരം. വേദ സത്യം പറഞ്ഞ ആരാവൾ ഇവിടുത്തെ? എല്ലാവരെയും തലയിൽ കയറ്റി വെച്ചേക്കുക. വിക്രം, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അമ്മ പറയുന്ന വാക്കും കേട്ട് നീ അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. നിനക്കിഷ്ടമില്ലാതെയാ അവൾ നിന്റെ കൂടെ കൂടിയേക്കുന്നേ, അതറിയാലോ. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, മോൻ വാ, കാപ്പി കുടിക്കാം. ഇത് കേട്ടിട്ട് വിക്രം കാപ്പി കുടിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. വിക്രമിന് വേദിയുടെ കൂടെ പോകാത്തതിൽ നല്ല സങ്കടം തോന്നുന്നുണ്ട്. കാപ്പി കുടിക്കാണ്ട് എന്തേ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. ഇത് കണ്ടപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, നീ എന്താ കഴിക്കാത്തത്? എടുത്ത് കഴിക്കടാ എന്നിങ്ങനെ കമല പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വിശക്കുന്നില്ലമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വർക്ക്ഷോപ്പിൽ ഒരുപാട് ജോലിയുണ്ട്, എന്നെ അവിടെ തിരക്കുന്നുണ്ടാവും. ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് കുടിച്ചോളാം. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ബൈക്കിലിരുന്ന് വേദയെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, നീ ഇന്നെന്താ നേരത്തെയാണല്ലോ? അല്ലെങ്കിൽ 10 മണിയായാലും നിന്നെ ഇവിടെ കാണാറില്ലല്ലോ. എന്താ നിന്റെ ഭാര്യ അവിടെ ഇല്ലേ? അവള് വീട്ടിൽ പോയോ? ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് വിക്രമിന്. എന്നിട്ട് പറയുന്നുണ്ട്, അവളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കെന്താ? നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലേ ഇവളെക്കുറിച്ച് പറയാനായിട്ട്? അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, എടാ എന്തൊക്കെ പറഞ്ഞാലും നീ താലി കെട്ടിയ പെണ്ണാ. ആ വിശ്വാസത്തിലാണ് നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. അവൾ അങ്ങനെയാവുമ്പോൾ നീയും ആ രീതിയിലാണ് പെരുമാറേണ്ടത്. എത്ര നാൾ നീ ഇങ്ങനെ അവളോടിങ്ങനെ അകൽച്ച കാണിക്കും? ജീവിതകാലം മൊത്തം ഇങ്ങനെ ജീവിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇതൊരു പോകുമെന്ന് തോന്നുന്നില്ല. വിക്രമപ്പോൾ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അവളെ സ്വീകരിച്ച് എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, അതല്ലേ വേണ്ടത്. കല്യാണം കഴിയുന്ന എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അല്ല, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറ വിക്രം, നിനക്ക് അവളോട് ഇഷ്ടമില്ലേ? നിന്റെ സ്വഭാവം അനുസരിച്ച് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഇതിനു മുന്നേ നീ അവളെ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചേനെ. ഇത്രയും നാളായിട്ട് നിന്റെ വീട്ടിൽ അവളെ താമസിപ്പിച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് അവളോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. നിന്റെ സ്വഭാവം ഞങ്ങൾക്കറിയില്ലേ? വിക്രം പറയുന്നുണ്ട്, ദേ രാവിലെ തന്നെ എൻ്റെ വായിൽ നിന്ന് കേൾക്കണ്ട. ഇവിടെയും സ്വസ്ഥത തരില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? പിന്നെ എനിക്ക് അവളോട് ഇഷ്ടമില്ല, ഞാൻ പോവാ. വിക്രം നേരെ ബൈക്ക് എടുത്തോണ്ട് വീട്ടിലോട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, കണ്ടോ നമ്മളത് പറഞ്ഞപ്പോൾ അവൻ്റെ ദേഷ്യം കണ്ടോ? അവനെ പിടി കിട്ടുന്നില്ലല്ലോ, പിടി തരാതെ നടക്കുക. ഒരു ദിവസം നമ്മളെല്ലാം കണ്ടുപിടിക്കും അല്ലേടാ. ഇത്രയും പറഞ്ഞിട്ട് അവരിങ്ങനെ പരസ്പരം ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രമിൻ്റെ ഫോണിൽ കോൾ വരുന്നുണ്ട്. വീട്ടിലെ നമ്പറാണെന്ന് കണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, വിക്രം, ഞാനും വേദയും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ചു പേർ ചേർന്ന് വേദയെ ഒരു വണ്ടിയിൽ പിടിച്ചുകൊണ്ടുപോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആരാന്നൊന്നും എനിക്കറിയില്ല. ഇത് കേട്ടതും വിക്രമിന് പെട്ടെന്ന് ബൈക്ക് നിർത്തുന്നുണ്ട് കേട്ടോ. ടെൻഷനോട് ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് അറിയോ ഏട്ടത്തിക്ക്? എവിടെ വെച്ചാ? ശ്രീജി അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ നടന്നു വരുന്ന ആ വഴിക്ക് കുളത്തിൻ്റെ കരയിൽ വെച്ചാ. ആളൊഴിഞ്ഞ സ്ഥലമായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. വിക്രം, നീ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. വേദ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണേ. അപ്പോഴേക്കും വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്.
എങ്ങോട്ട് പോകണമെന്നറിയാതെ വിക്രം ആകെ പകച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. മുഖമെല്ലാം ദേഷ്യം കൊണ്ട് നിറയുന്നുണ്ട്. വേദ ഇങ്ങനെ തിരഞ്ഞിങ്ങനെ വിക്രം ഇങ്ങനെ ബൈക്കിൽ പോകുന്നുണ്ട്. അപ്പോഴേക്കും തൊട്ടടുത്തുകൂടി ക്രോസ് ചെയ്തു പോകുന്ന കാറിൽ വേദയുടെ ഡ്രസ്സിൻ്റെ കളർ കാണുന്നുണ്ട്. ഇത് കണ്ട് വിക്രം ആ വണ്ടിയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. നോക്കുന്ന സമയത്ത് വേദിയെ കാറിനുള്ളിൽ കാണുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ച് വിക്രം കൊണ്ടുപോയവർ പേടിച്ചിട്ട് വിക്രമിനെ കണ്ടിട്ട് പെട്ടെന്ന് വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ. വിക്രമിനെ എല്ലാവരും കൂടി ചുറ്റി വളയുന്നുണ്ട്. വേദ അപ്പോഴേക്കും കാറിൽ നിന്ന് പതുക്കെ ഇറങ്ങുന്നുണ്ട്. ഒരു സൈഡിൽ പേടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പേടിച്ചു പറിച്ച് നിൽക്കുന്ന വേദയെ കണ്ടപ്പോൾ വിക്രമിന് ദേഷ്യം കൂടുന്നുണ്ട്. അവരോടെല്ലാവരെയും തല്ലി ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിന്നെയൊക്കെ ആരാടാ പറഞ്ഞു വിട്ടത്? സത്യം പറ. അഭിലാഷ എനിക്ക് കൊട്ടേഷൻ തന്നത്. ഇവളെ പിടിച്ചു കൊണ്ടുപോയ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അതാ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് കേട്ടിട്ട് വിക്രം വീണ്ടും അവരെ തല്ലി ചതയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ആരെങ്കിലും ഇവളുടെ ദേഹത്ത് തൊട്ടാൽ അവനൊന്നും പിന്നെ ഈ ഭൂമിയിൽ ജീവനോടെ കാണില്ല. വിക്രമാ പറയുന്നത്. പോയി പറഞ്ഞു വിട്ടവരോട്. എന്നിട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട്. വേദയോട് പറയുന്നുണ്ട്, നിന്നെ അവർ ഉപദ്രവിച്ചോ? വേദ പറയുന്നുണ്ട്, ഇല്ല, എന്നെ വണ്ടിയിൽ കയറ്റിയതേ ഉള്ളൂ. വിക്രമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇങ്ങനെ എന്ന് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്. കയറ്, വണ്ടിയിൽ കയറ്. അങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ ബൈക്കിൽ കയറുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വിക്രമിൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. ശ്രീജയും കമലാമ്മയും മാഷ ഇങ്ങനെ ടെൻഷനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം വേദയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നന്ദിനി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈശ്വര അവളെ ഇനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് വിക്രവും വേദയും കൂടി കയറി വരുന്നത്. ഇത് കണ്ടിട്ട് നന്ദിനി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ ചോദിക്കുന്നുണ്ട്, മോളെ എന്തെങ്കിലും പറ്റിയോ? അവർ എന്തിനാ നിന്നെ തട്ടിക്കൊണ്ടുപോയത്? വിക്രമപ്പോൾ പറയുന്നുണ്ട്, അത് അഭിലാഷും കൂട്ടരുമാ, അവൻ്റെ കൊട്ടേഷനായിരുന്നു ഇത്. ഇത് കേട്ടിട്ട് മാഷ് പറയുന്നുണ്ട്, ഇനി നാളെ ഈ വീട്ടിൽ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുപോയാലും നീ എന്ത് ചെയ്യും? നിനക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ? നീ ഈ വീട് നശിപ്പിച്ച് അടങ്ങുമല്ലേ ഉള്ളൂ. ഈ വീട്ടിലുള്ളവരെ കൊലയ്ക്ക് കൊടുക്കാനാണോ നിന്റെ പുറപ്പാട്? എനിക്കറിയണം വിക്രം, നീ മറുപടി താ. മാഷ് വിക്രമിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വിക്രം ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. ഇനിയൊന്നും സംഭവിക്കില്ല, അത് വിക്രമിൻ്റെ ഉറപ്പാ എന്ന് പറയുമ്പോഴേക്കും മാഷിങ്ങനെ ദേഷ്യപ്പെട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ.